Hello everyone, welcome to my classes. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം സോഷ്യലി ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് സ്റ്റുഡൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടീച്ചിങ്ങിന്റെ ലെവൽസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് ടീച്ചിങ്ങിന്റെ ലെവൽസ് തീരുമാനിക്കാം, ഏത് ലെവൽ ഓഫ് ടീച്ചിങ് വേണമെന്ന് എങ്ങനെയാണ് തീരുമാനിക്കാം? നമുക്കറിയാം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു LKG UKG അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, ചെറിയ കുട്ടികൾ, അവരെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല നമ്മളിപ്പോൾ ഒരു 10th +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ. അതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും നമ്മളിപ്പോൾ ഒരു PhD ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ ലെവലിലുള്ള ചേഞ്ചസിനനുസരിച്ചിട്ട് ടീച്ചിങ്ങിന്റെ ലെവലിലും എന്തുണ്ടായിരിക്കും, ചേഞ്ചസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെ സ്റ്റുഡൻസിന്റെ ലെവൽ അനുസരിച്ചിട്ട് ടീച്ചിങ്ങിന്റെ ലെവലിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ ടീച്ചിങ്ങിന്റെ ലെവലിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഏതൊക്കെയാ 3 ലെവൽസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ ആണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻഡ് തേർഡ് വൺ ഈസ് റിഫ്ലെക്റ്റീവ് ലെവൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓരോ ലെവലും എന്താണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് വൺ ആണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. ഇത് തോട്ട്ലെസ് ടീച്ചിങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ, ഇപ്പോൾ LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോവിഡിന്റെ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ വിക്ടേഴ്സ് ചാനൽ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അല്ലെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ ക്ലാസ്, തങ്കപ്പൂച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. അത് നമുക്ക് വളരെ വൈറൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. അത് വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് അല്ലെ. ആ ഒരു ലെവലിലല്ല നമ്മളിപ്പോ ഒരു 10th +2 ഡിഗ്രി ലെവലിലുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്, എന്നാലേ അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റുള്ളൂ അല്ലെ. അപ്പോൾ അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ ലെവൽ എന്ന് പറയുന്നത് മെമ്മറി ലെവലാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ആവശ്യമുള്ളത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ആ ഒരു ലെവലിന് അനുസരിച്ചുള്ള ഒരു ടീച്ചിങ് ലെവലാണ് അവർക്ക് ആവശ്യമുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിനെയാണ് നമ്മൾ മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹെർബർട്ട് എ സൈമൺ ഈസ് ദ മെയിൻ പ്രൊപ്പോണന്റ് ഓഫ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ പ്രൊപ്പോണന്റ് എന്ന് അറിയപ്പെടുന്നത് ഹെർബർട്ട് എ സൈമൺ ആണ്. ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ടീച്ചിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ടീച്ചിങ് ടു ഗെറ്റ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും ചെറിയ ക്ലാസ്സിലെ ലോവർ ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് എന്നുള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടീച്ചിങ്ങിന്റെ പ്രത്യേകത എന്തൊക്കെയാ, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന കണ്ടിട്ടില്ലേ, ഇപ്പോൾ ABCD പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, അവരത് ഉറക്കെ റിപ്പീറ്റ് ചെയ്യും, അവരങ്ങനെ പറഞ്ഞു അവരത് കാണാതെ പഠിക്കും അല്ലെ. ഇപ്പോൾ എന്താ പറയാ, ABCD പഠിക്കുന്നത്, അതുപോലെ 1 2 3 പഠിക്കുന്നത്, നമ്പേഴ്സ് പഠിക്കുന്നത്, അതല്ലെങ്കിൽ ഇപ്പൊ അവര് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ജോണി പഠിപ്പിച്ചു കൊടുക്കുക വിചാരിക്കുക. അപ്പൊ അവര് ടീച്ചർ എന്ത് പറയുന്നോ അവരത് അതുപോലെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അത് കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അല്ലാതെ അവരതിന്റെ ടീച്ചർ ഇപ്പൊ ഒരു പാട്ട് പാടി കൊടുക്കുമ്പോൾ അതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി, അതല്ലെങ്കിൽ അതിലെ ഗ്രാമർ മനസ്സിലാക്കി, അങ്ങനെയൊന്നും അല്ല അവരത് പഠിക്കുന്നത് അല്ലെ. അവർക്ക് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവരത് കേൾക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു, അങ്ങനെ അത് അവർ കാണാതെ പഠിക്കുന്നു. ടീച്ചർ പിന്നെ പറയാനോ പാടാനോ പറയുമ്പോൾ അവരത് പാടിക്കൊടുക്കുന്നു അല്ലെ. അപ്പോൾ ഈ ഒരു ലെവലാണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലോവർ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമുക്ക് ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ലെവലിൽ മെമ്മറൈസേഷൻ ആൻഡ് റോട്ട് ലേണിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, കാണാതെ പഠിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇതൊരു ടീച്ചർ സെൻട്രിക് പ്രോസസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്നാൽ ലേണറുടെ റോൾ എന്ന് പറയുന്നത് അതൊരു പാസീവ് ആയിട്ടുള്ള റോൾ ആയിരിക്കും. ടീച്ചർ റോളാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ ഇത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു മെത്തേഡാണ്. ഇതൊരിക്കലും നമ്മൾ ഒരു വലിയ ക്ലാസ്സിൽ, അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക 10th +2 അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലുള്ള സ്റ്റുഡൻസിന് നമ്മൾ ഈ ഒരു ലെവൽ ഒരിക്കലും യൂസ് ചെയ്യില്ല. ഓക്കെ, പിന്നെ ലിറ്റിൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് അപ്ലൈഡ് ബൈ ദ ലേണർ. ഈ ഒരു സ്റ്റേജിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു പാട്ട് പാടി കൊടുക്കുന്ന സമയത്ത് അവരത് കേൾക്കുന്നു, അവർ റിപ്പീറ്റ് ചെയ്യുന്നു, പഠിക്കുന്നു, അല്ലാതെ അവരതിന്റെ മീനിങ്ങോ ഉള്ളിലെ അർത്ഥം ഒന്നും മനസ്സിലാക്കിയിട്ടല്ല അല്ലെ. അപ്പോൾ വളരെ കുറച്ച് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഇവിടെ ലേണറിൽ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇനി വേറെ ഫീച്ചേഴ്സ് പറയാച്ചുണ്ടെങ്കിൽ മെമ്മറി ലെവലിന്റെ തന്നെ ടീച്ചർ ഡോമിനേറ്റഡ് മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊരു ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതുകൊണ്ട് തന്നെ ടീച്ചർ ഡോമിനേറ്റിംഗ് മെത്തേഡ്സ് ആണ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെയാ മെത്തേഡ്സ് എന്ന് പറയുന്നത്? ഇപ്പൊ എക്സാമ്പിൾ പറയാ വെച്ചാൽ ഡ്രിൽ, റിവ്യൂ, റിവിഷൻ ആൻഡ് ആസ്കിംഗ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ABCD നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നു, കുട്ടികൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, അതിനാണ് ഡ്രിൽ എന്ന് പറയുന്നത്. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നതിന്.
പിന്നെ റിവ്യൂ ചെയ്യുന്നു, റിവിഷൻ ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള മെത്തേഡ്സ് ആണ് ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയാ? ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ടീച്ചർ കൂടുതലായിട്ട് ഓറൽ, റിട്ടൺ ആൻഡ് എസ്സേ ടൈപ്പ് എക്സാമിനേഷൻസ് ആണ് ഈ ഒരു ലെവൽ ഓഫ് സ്റ്റുഡൻസിൽ ടീച്ചേഴ്സ് അപ്ലൈ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഗുഡ് മെമ്മറി ഇൻക്ലൂഡ്സ് റാപ്പിഡിറ്റി ഇൻ ലേണിംഗ്, stability of retention, rapidity in recalling and ability to bring only desirable contents to the conscious level. അതായത് ഇവിടെ ഗുഡ് മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പഠിക്കുക, കാണാതെ പഠിക്കുക, അതുപോലെ അത് ഓർത്ത് വെക്കുക, അതുപോലെ ടീച്ചർ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് എന്താ പറയുക തിരിച്ച് റീകോൾ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. ഇതിനെയാണ് ഗുഡ് മെമ്മറി എന്നുള്ളത് മെമ്മറി ലെവലിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ആക്ട് ആസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ 3 ലെവൽസ് ഓഫ് ടീച്ചിങ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ഫസ്റ്റ് ലെവൽ പ്രൈമറി ലെവലാണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. മെമ്മറി ലെവലിലൂടെ കടന്നു പോയിട്ടാണ് അടുത്ത ലെവലുകളിലേക്ക് സ്റ്റുഡൻസ് എത്തിച്ചേരുന്നത്. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ടീച്ചിങ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലാണ്. അപ്പോൾ അതിന്റെ ഒരു പ്രീ റിക്വസിറ്റ് ആണ്. അതായത് ഫസ്റ്റ് വേണ്ട ഒരു ലെവലാണ് മെമ്മറി ലെവൽ എന്ന് പറയുന്നത്. മെമ്മറി ലെവലിൽ നിന്ന് കയറിയിട്ടാണ് സ്റ്റുഡന്റ് അടുത്തൊരു ലെവലിലേക്ക് എത്തുന്നത്, അതായത് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇത് തോട്ട്ലെസ് ടീച്ചിങ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികളാണ് അല്ലെ, അവര് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അങ്ങനെ ഒന്നുമല്ല. ടീച്ചർ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അവരത് റിപ്പീറ്റ് ചെയ്ത് കാണാതെ പഠിച്ചു വെക്കുന്നു. ടീച്ചർ ചോദിക്കുമ്പോൾ അത് തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു അല്ലെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സുകൾക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു ടീച്ചിങ് ലെവലാണിത്, മെമ്മറി ലെവൽ ടീച്ചിങ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. സെക്കൻഡ് വൺ ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തോട്ട്ഫുൾ ടീച്ചിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പൊ നമുക്ക് പറയാച്ചുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 10th +2 കുറച്ചുകൂടി വലിയ കുട്ടികൾ, ഓക്കെ, ഡിഗ്രി ലെവലുള്ള സ്റ്റുഡൻസ്, ഇവരെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ലെവൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടീച്ചിങ് ലെവലിന്റെ പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് മോറിസൺ ആണ്. It is a memory plus insight as it goes beyond just memorizing fact. It focuses on the mastery of subject. അപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചുകൂടി വലിയ ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ടീച്ചർ തന്നെ എന്ത് ചെയ്യും, അതിന്റെ റിലേഷൻ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഇപ്പോൾ മെമ്മറി ലെവലിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇലയുടെ നിറം പച്ചയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. ഇനി അടുത്ത ലെവലിലേക്ക് എത്തുന്ന സമയത്ത് കുട്ടികൾക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക, എന്തുകൊണ്ട് ഇലയുടെ നിറം പച്ച കളറായി അല്ലെ, അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. റീസൺ പറഞ്ഞു കൊടുക്കും, എന്തുകൊണ്ടാണ്, റീസൺ എന്താണെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ മാത്രമല്ല, എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിന് റീസൺ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും ടീച്ചർ. ഓക്കെ, ഇന്നതാണ് റീസൺസ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ സ്റ്റുഡൻസ് അത് റീസൺ മനസ്സിലാക്കി, കാര്യം മനസ്സിലാക്കി പഠിക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് പഠിക്കും. ഓക്കെ, പിന്നെ അതുപോലെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കും അല്ലെ. അപ്പൊ ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാത്സിലൊക്കെ പ്രോബ്ലംസ്, ഇപ്പോൾ ഒരു പ്രോബ്ലം ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് സെയിം ക്വസ്റ്റ്യൻ അല്ലല്ലോ വരിക, വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ നമ്മൾ ഈ ഒരു ഫോമുല അപ്ലൈ ചെയ്തിട്ടാവും ചെയ്യേണ്ടി വരിക. അപ്പൊ ഈ ഒരു ലെവലാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് മെമ്മറി പ്ലസ് ഇൻസൈറ്റ് ലെവൽ എന്ന് പറയാൻ പറ്റും. ഇവിടെ മെമ്മറൈസിങ് നടക്കുന്നുണ്ട്, പക്ഷെ അത് റീസൺ മനസ്സിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് മെമ്മറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ജനറലൈസേഷൻ, പ്രിൻസിപ്പിൾ ആൻഡ് ഫാക്ട്സ്. It provide more and more opportunity for the student to develop intellectual behavior. അപ്പോൾ ഈ ഒരു ലെവലിലാണ് ഇന്റലക്ച്വൽ ബിഹേവിയർ എന്നുള്ളൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. It provides an active role for both the pupil and the teacher for the assimilation of facts. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ലെവൽ മെമ്മറൈസിംഗ് ലെവൽ എന്ന് പറയുമ്പോൾ മെമ്മറി ലെവൽ എന്ന് പറയുമ്പോൾ അത് ടീച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു അല്ലെ. എന്നാൽ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടീച്ചർക്കും സ്റ്റുഡന്റിനും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഓക്കെ, രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് കൂടി നോക്കാം. ഇവിടെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് മെയിൻലി ഇൻക്ലൂഡ് ബോത്ത് എസ്സേ ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ഇവാലുവേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ തന്നെയാണ്. റോൾ ഓഫ് ലേണർ ഈസ് നോട്ട് സോ പാസീവ്. നമ്മൾ പറഞ്ഞു മെമ്മറി ലെവലിൽ ടീച്ചർക്കാണ് കൂടുതൽ റോൾ ഉള്ളത്, അവിടെ സ്റ്റുഡന്റിന്റെ റോൾ എന്ന് പറയുന്നത് കുറവാണ്. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് രണ്ടുപേർക്കും ഏകദേശം ഈക്വൽ റോൾ തന്നെയാണ് വരുന്നത്. മെമ്മറി ലെവലിനെ അപേക്ഷിച്ച് അത്രത്തോളം പാസീവ് അല്ല ആരുടെ റോള്, സ്റ്റുഡന്റിന്റെ റോൾ എന്ന് പറയുന്നത്. ടീച്ചറാണ്, ടീച്ചറിന് ഈസ് എ പ്രൊമിനന്റ് ഫിഗർ, ടീച്ചറിനും അതേ ഇമ്പോർട്ടൻസ് തന്നെ ഇവിടെ ഉണ്ട്. എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്. നമ്മൾ പറഞ്ഞില്ലേ ഓരോ കാര്യങ്ങളുടെയും പോസിറ്റീവ് റിലേഷൻഷിപ്പ് പറഞ്ഞു കൊടുക്കും.
ഓക്കെ, അതുപോലെ തന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്സിന്റെ റിലേഷൻഷിപ്പ് എല്ലാം പറഞ്ഞു കൊടുക്കും, ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. ലെക്ചർ ആൻഡ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ലെക്ചർ ആൻഡ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണ്. അതുപോലെ ലേണർ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ടു ക്ലാരിഫൈ. ഇപ്പൊ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ, ഇപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ടീച്ചർ എന്തുകൊണ്ട് അത് വന്നു എന്നൊക്കെ സ്റ്റുഡൻസിന് ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ ഒരു ലെവലിൽ പഠിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത് അടുത്ത ലെവൽ, അതായത് റിഫ്ലക്റ്റീവ് ലെവലിന്റെ ഒരു ബേസിസ് ആണ്. ഓക്കെ, ഈ ഒരു ലെവലിലൂടെ പാസ് ചെയ്തിട്ടാണ് ആദ്യം മെമ്മറി ലെവൽ, അവിടെ നിന്ന് കടന്നിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ എത്തുന്നു, അത് കഴിഞ്ഞിട്ടാണ് റിഫ്ലക്റ്റീവ് ലെവലിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓർ തോട്ട്ഫുൾ ലെവൽ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ലെവലിനെ പറ്റി പറയാം. തേർഡ് ലെവൽ എന്ന് പറയുന്നത് റിഫ്ലക്റ്റീവ് ലെവലാണ്. ഇത് അപ്പർ തോട്ട്ഫുൾ ലെവൽ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആദ്യത്തെ എന്തായിരുന്നു? തോട്ട്ലെസ് ടീച്ചിങ് ലെവൽ ആയിരുന്നു. രണ്ടാമത്തെ തോട്ട്ഫുൾ ആയിരുന്നു. മൂന്നാമത്തെ എന്ന് പറയുന്നത് അപ്പർ തോട്ട്ഫുൾ ലെവലാണ്, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ പ്രപ്പോണന്റ് എന്ന് പറയുന്നത് ഹണ്ട് എന്ന് പറയുന്ന ആളാണ്. ഹണ്ട് ഈസ് എ മെയിൻ പ്രപ്പോണന്റ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. പിന്നെ ഇറ്റ് ഈസ് എ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ULT ആൻഡ് MLT. അതായത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെയും പ്ലസ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന്റെയും ഹയസ്റ്റ് ആയിട്ടുള്ള ലെവലാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് ട്രാൻസാക്ഷണൽ ലെവൽ. ഇത് ഇൻട്രോസ്പെക്റ്റീവ് അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് എ പ്രോബ്ലം സെൻട്രിക് അപ്രോച്ച് ഓഫ് ടീച്ചിങ്. ഇതൊരു പ്രോബ്ലം സെൻട്രിക് അപ്രോച്ച് ആണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മൾ പറഞ്ഞു ചെറിയ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത്? ഇലയുടെ നിറം പച്ച കളറാണെന്ന്, പച്ചയാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അതിന്റെ റീസൺ പറഞ്ഞു കൊടുക്കും, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഈ ഒരു ലെവലിൽ എത്തുന്ന സമയത്ത് ഇവിടെ സ്റ്റുഡൻസ് റിസർച്ച് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് പുതിയ ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, പുതിയ സ്പീഷീസ് ഒക്കെ അന്വേഷിച്ച് പോയി കണ്ടുപിടിക്കുന്നത് കണ്ടിട്ടില്ലേ റിസർച്ചിന്റെ ഭാഗമായിട്ട്. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് സ്റ്റുഡൻസ് ആണ് റിഫ്ലക്റ്റീവ് ലെവലിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇതൊരു പ്രോബ്ലം സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആണ്. ദ സ്റ്റുഡൻസ് ആർ അസ്യൂംഡ് ടു അഡോപ്റ്റ് സം സോർട്ട് ഓഫ് റിസർച്ച് അപ്രോച്ച് ടു സോൾവ് ദ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഈ ഒരു ലെവലിലാണ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുന്നത്. അത് ഈ ഒരു റിഫ്ലക്റ്റീവ് ലെവൽ ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. ഇവിടെ ക്ലാസ് റൂം എൻവിയോൺമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സഫീഷ്യന്റ്ലി ഓപ്പൺ ആൻഡ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ ലേണേഴ്സ് എന്ന് പറയുന്നത് സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും. ഇവിടെ സ്റ്റുഡൻസിന് ടീച്ചറിന്റെ മോട്ടിവേഷൻ ആവശ്യമില്ല. അവർ സ്വയം എന്താ പറയുക, അവരാണ് എന്തിനെ പറ്റിയിട്ടാണ് അവർ പഠിക്കേണ്ടത്, ആ ഒരു പ്രോബ്ലം അവർ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അതിനെപ്പറ്റി അവർ തന്നെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഈ ഒരു ലെവൽ ഓഫ് ടീച്ചിങ്ങിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. പിന്നെ the aim is to develop the reflective power of learners so that they can solve problem of their lives by reasoning, logic and imagination and lead successful and happy life. Okay, the pupil occupies the primary place and teacher assumes secondary place. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഇതൊരു സ്റ്റുഡന്റ് സെൻട്രിക് അപ്രോച്ച് ഓഫ് ടീച്ചിങ് ആയിരിക്കും. ഓക്കെ, ഇവിടെ സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ മെമ്മറി ലെവൽ എന്ന് പറയുന്നത് ടീച്ചർ സെൻട്രിക് ആണ്. രണ്ടാമത്തെ ലെവലിൽ എത്തുന്ന സമയത്ത് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. മൂന്നാമത്തെ ലെവലിൽ എത്തുന്ന സമയത്ത് ഇതൊരു സ്റ്റുഡന്റ് സെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ്, റിഫ്ലക്റ്റീവ് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ essay type test is used for evaluation. essay type test ആണ് ഇവിടെ യൂസ് ചെയ്യുക. ആറ്റിറ്റ്യൂഡ്, ബിലീഫ് ആൻഡ് ഇൻവോൾവ്മെന്റ് ആർ ഓൾസോ ഇവാലുവേറ്റഡ്. ഓക്കെ, അപ്പൊ ഇതാണ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ലെവൽസ് ഓഫ് ടീച്ചിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു സ്റ്റുഡൻസിന്റെ ലെവലിനനുസരിച്ച്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ ലെവലിനനുസരിച്ചിട്ടാണ് ടീച്ചിങ്ങിന്റെ ലെവൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റുഡന്റിന്റെ ലെവലിനനുസരിച്ച് ടീച്ചിങ്ങിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്, വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ പേപ്പർ 1 UGC പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസും കാണുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.